ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ 3 കോടിക്ക് മുകളിൽ നഷ്ടമെന്ന വിലയിരുത്തലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കരാറുകാർക്കുൾപ്പെടെ ആർക്കും ഇനി പണം കൈമാറരുതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ കർശന നിർദ്ദേശം നൽകി. പ്രശ്നം ചർച്ച ചെയ്യാൻ 17-ന് ബോർഡ് കരാറുകാരുടെ യോഗം വിളിച്ചു. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി ആർ രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം പരിശുദ്ധമാണ്, എൻ്റെ കൈകൾ ഒരു കറയുമില്ല എന്ന് പറഞ്ഞ ആളാണ് PS പ്രശാന്ത്. ഇപ്പോൾ 3 കോടിക്ക് മുകളിൽ നഷ്ടമെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. ഈ പമ്പയിലും വിൽപ്പനയായിരുന്നു. കൃഷ്ണജി, അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനുമൊക്കെ അപ്പുറത്തേക്ക് കണക്കുകൾ പോവുകയാണ്. അതായത് നേരത്തെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയ അനുസരിച്ചാണെങ്കിൽ ഒരു 4-5 കോടി രൂപയ്ക്കാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് പോവുകയാണ്. ഒരുപക്ഷെ 7-8 കോടിക്ക് മുകളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഏകദേശ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറുമായി ഞാൻ സംസാരിച്ച് അദ്ദേഹം വ്യക്തമാക്കിയ അനുസരിച്ചാണെങ്കിൽ ദേവസ്വം ബോർഡിന് 3 കോടി രൂപയ്ക്കടുത്ത് നഷ്ടമായി എന്ന് തന്നെയാണ്. അതായത് 7 കോടി രൂപയുടെ കണക്കാണ് നിലവിലിപ്പോൾ ഉള്ളത്. അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 4 കോടി സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചിട്ടുണ്ട്, ബാക്കി 3 കോടി നഷ്ടം വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഏകദേശം വ്യക്തമാക്കുന്നത്. കാരണം 4 കോടി എന്ന് പറയുന്നത് ഒന്ന് അദാനി ഗ്രൂപ്പാണ്. ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ 1 കോടി രൂപയാണ്. 1 കോടി രൂപ കേരള ബാങ്ക് നൽകിയിട്ടുണ്ട്. 2 കോടി രൂപയാണ് ധനലക്ഷ്മി ബാങ്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ 4 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അതിനുമപ്പുറത്തേക്ക് 3 കോടി രൂപയ്ക്ക് മുകളിൽ ദേവസ്വം ബോർഡിന് നഷ്ടം വന്നിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്നാണ് ആ പണം എടുത്തിരിക്കുന്നത്. അത് തിരികെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിന് ഏകദേശം 3 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥിരീകരിക്കുന്നത്. ആ വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ പണം എങ്ങനെ ചെലവഴിച്ചു, എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി എങ്ങനെ പറയുമെന്നറിയാതെ കുഴങ്ങുകയാണ് നിലവിലിപ്പോൾ ദേവസ്വം ബോർഡ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം 17-ന് കരാറുകാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതായത് മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ കരാർ നൽകുന്നു, ഉപകരാറുകൾ നൽകുന്നു, മാത്രമല്ല പണം യഥേഷ്ടം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ സാമ്പത്തിക ക്രമക്കേട് പിടിക്കപ്പെടുമ്പോൾ ഇപ്പോൾ കരാറുകാരുടെ യോഗം വിളിക്കുകയാണ്. ഈ മാസം 17-ന് എല്ലാ കരാറുകാരോടും പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കരാറുകാർ പങ്കെടുത്തതിന് ശേഷം അതിൽ തുക കുറയ്ക്കാൻ ആവശ്യപ്പെടുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ ഓഡിറ്റർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യോഗത്തിന് ശേഷമാകും അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിലിപ്പോൾ ഏതായാലും ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത് 3 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് സംഭവിച്ചു എന്നാണ്. എന്നാൽ SIT പറയുന്നത് 4 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുണ്ട്. അതായത് സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തിയ പണത്തിനും പുറമെ 4 കോടിയെങ്കിലും നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് SIT കണ്ടെത്തിയിരിക്കുന്നത് 8 കോടിയെങ്കിലും ചെലവ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഈ മിനിറ്റ്സ് രേഖകളിൽ പോലും ഇതില്ല എന്ന് പറയുമ്പോൾ അതിനുമൊക്കെ അപ്പുറത്തേക്ക് പണം ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് എത്ര രൂപ ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് തന്നെ സാമ്പത്തിക തിരിമറിക്ക് വേണ്ടിയാണ് എന്ന ആരോപണവും വാദവുമൊക്കെ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വെച്ചിരുന്നു. ആ വാദങ്ങളെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ കണക്കുകളും. ഏതായാലും ഒടുവിൽ ദേവസ്വം ബോർഡ് കൂടി ആ വിലയിരുത്തലിലേക്ക് എത്തുകയാണ്. നിലവിലെ ദേവസ്വം ബോർഡ് കൂടി 3 സ്പോൺസർമാർ അല്ലേ? ഒന്ന് അദാനി 1 കോടി രൂപ, തുറമുഖ മന്ത്രി VN വാസവൻ. 2 കേരള ബാങ്ക് 1 കോടി രൂപ, സഹകരണ മന്ത്രി VN വാസവൻ. 3 ധനലക്ഷ്മി ബാങ്ക് 2 കോടി രൂപ, ദേവസ്വം മന്ത്രി VN വാസവൻ. അപ്പോൾ പണം വന്ന വഴി വ്യക്തമാണ്. വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള അധികാര പ്രയോഗത്തിലൂടെ സ്പോൺസർമാരെ ഓടിച്ചിട്ട് പിടിച്ചു. അതിനപ്പുറം ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം അതിനപ്പുറം തയ്യാറെടുപ്പ് ഇല്ല എന്നതിനും ഉപരിയായി മറ്റാരും പണം നൽകാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതായത് സർക്കാർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോഴേക്കും ഭക്തരായ വ്യവസായികൾ സന്നിധാനത്തേക്ക് എത്തും, അല്ലെങ്കിൽ ശബരിമലയിലേക്ക് വരും, ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി പണം ഒഴുക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. വാസവന്റെ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ സ്പോൺസർഷിപ്പ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഒന്ന് കേരള ബാങ്കിനെ കൊണ്ടാണ് സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്നത് 1 കോടി രൂപ. അതും ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെ കേരള ബാങ്ക്
എങ്ങനെ പണം നൽകി എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ കേരള ബാങ്കിന്റെ ഭരണസമിതി മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങളുണ്ട്, സഹകരണ മേഖലയിലെ ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെ എങ്ങനെയാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്കിന്, അതായത് നമുക്കറിയാം നിരവധി സഹകരണ സംഘങ്ങളുടെ പണമാണ് കേരള ബാങ്കിലേക്ക് എത്തുന്നത്. നേരത്തെ അത് ജില്ലാ സഹകരണ ബാങ്കായിരുന്നു. ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ആ കേരള ബാങ്ക് എങ്ങനെയാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് എങ്ങനെയാണ് 1 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകുന്നത് എന്ന ചോദ്യത്തിന് ഇനി മറുപടി പറയേണ്ടത് ഭരണസമിതിയാണ്. ആ ചോദ്യങ്ങൾ ഒരുപക്ഷെ പിന്നാലെ തന്നെ എത്തും. അതും മന്ത്രി വി എൻ വാസവന്റെ സമ്മർദ്ദം മൂലമാണെന്ന് തീർച്ചയായും ഉറപ്പാണ്. മറ്റൊന്ന് കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അറിയേണ്ടത്, ഒരു സ്പോൺസറും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത്. ഈ വിവാദങ്ങളൊക്കെ വന്ന് കടം കയറും, താൻ നിയമസഭയിൽ ഇതൊക്കെ പറഞ്ഞുപോയി, സ്പോൺസർമാരുണ്ടെന്നൊക്കെ പറഞ്ഞുപോയി എന്ന കാരണത്താൽ ഈ സ്പോൺസർമാരെ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നത് ഈ അയ്യപ്പ സംഗമമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലോ? കൃഷ്ണ, അതിനുള്ള ചില സാധ്യതകളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചിരുന്നു. ഏതായാലും ഈ വാഗ്ദാനം നൽകി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ പണം എടുത്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനമായിരുന്നു ആദ്യം സർക്കാർ തലത്തിൽ കൈക്കൊണ്ടത്. ഇത് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്തത്. ഇതിനുശേഷമാണ് ഹൈക്കോടതി നിർണായകമായ ഇടപെടൽ നടത്തുന്നത്. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്ന സമയത്താണ് ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു തുക പോലും ചെലവഴിക്കരുത് എന്ന നിർദ്ദേശം വരുന്നത്. ഇതോടുകൂടി സർക്കാർ പെട്ടുപോകുന്നു, ദേവസ്വം ബോർഡ് പെട്ടുപോകുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി കേരള ബാങ്കിനെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു, അദാനി ഗ്രൂപ്പിനെ ഉൾക്കൊള്ളിക്കുന്നു, ഇതിനുശേഷം ധനലക്ഷ്മി ബാങ്കിനെ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. അതായത് സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി ആരെയൊക്കെ ഇതിൽ കൊണ്ടുവരാൻ കഴിയുമോ അവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് ഒരു വ്യവസായികൾ പോലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, ആ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽക്കൊക്കെ സർക്കാർ കത്ത് നൽകിയതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എന്നാൽ ഒരു സംസ്ഥാനം പോലും ഇതിനോട് സഹകരിച്ചില്ല, ഒരു സ്പോൺസർമാർ പോലും ഇതിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഈ രീതിയിൽ സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ദേവസ്വം ബോർഡിന് തന്നെ 3 കോടി രൂപയ്ക്ക് മുകളിൽ ആഗോള അയ്യപ്പ സംഗമത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ 4 കോടിക്ക് പുറമെയാണ് വീണ്ടും 3 കോടി രൂപയ്ക്ക് മുകളിൽ ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ ദേവസ്വം ഭരണസമിതി വ്യക്തമാക്കുന്നത് 3 കോടി രൂപയ്ക്ക് മുകളിൽ ദേവസ്വം ബോർഡിന് നഷ്ടം വന്നിരിക്കുന്നു എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നത്. ഇത് എങ്ങനെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന വലിയ ആശങ്കയിൽ തന്നെയാണ് നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി ഉള്ളത്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉൾപ്പെടെ ഉള്ളവരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു ആശങ്ക, അദ്ദേഹം പരസ്യമായി കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നെങ്കിൽ പോലും അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു ആശങ്കയും ഇത് തന്നെയാണ്. കഴിഞ്ഞ ഭരണസമിതിക്ക് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക ക്രമക്കേടിലേക്ക് ഭരണസമിതി ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 3 കോടിക്ക് മുകളിൽ നഷ്ടമുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് നിലവിലെ ഭരണസമിതി എത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിലേക്കൊക്കെ പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SITയുടെ കണ്ടെത്തലാണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത്. ഇതുവരെ ഈ കണക്കുകളിൽ ഒളിച്ചുകളി തുടരുകയായിരുന്നു സംസ്ഥാന സർക്കാരെങ്കിൽ SIT ഹൈക്കോടതിയിൽ നൽകിയ കണക്കുകൾ, അതിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഒരു ചോദ്യമാണ്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് രേഖകൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഹൈക്കോടതി SITയോട് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടിയിൽ SIT മിനിറ്റ്സ് രേഖകളിലൊന്നും തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്താൻ തീരുമാനിച്ചതിൻ്റെ തെളിവുകളില്ല, ദേവസ്വം ബോർഡ് നടത്താൻ തീരുമാനിച്ചതിൻ്റെ തെളിവുകളില്ല, പണം കൈമാറിയതിൻ്റെ തെളിവുകളില്ല. ഈ രീതിയിൽ പണം കൈമാറിയതിൻ്റെ ഒരു തെളിവുമില്ലാതെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്? മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയ സമയത്ത് വെള്ളമില്ല, വെളിച്ചമില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. പാവപ്പെട്ട ഭക്തരെ എത്ര മണിക്കൂർ നേരമാണ് ക്യൂവിൽ നിർത്തിയത്, വെള്ളം പോലും കൊടുക്കാതെ എന്ന് ഓർക്കണം. അതായത് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്തില്ല ഈ സർക്കാർ. പക്ഷേ സ്വർണവും പണവും അടിച്ചു മാറ്റുന്നതിൽ വഴിയൊരുക്കി അതെല്ലാം പോക്കറ്റിലാക്കി മടങ്ങുന്നുവെന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വരുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു അയ്യപ്പ സംഗമം എന്ന ചോദ്യമാണ്. എന്തിനു വേണ്ടി അയ്യപ്പ സംഗമം നടത്തി? അയ്യപ്പന്മാരവിടെ പങ്കെടുത്തില്ലല്ലോ. വ്യവസായികൾ വരുമെന്ന് പറഞ്ഞു, നിക്ഷേപം വരുമെന്ന് പറഞ്ഞു, എല്ലാം നേരെയാകും എന്ന് പറഞ്ഞു. ഇങ്ങനെ ശരിയാക്കി കളയുമെന്ന് ആരും കരുതിയില്ല. ഇപ്പോൾ 3 കോടിയുടെ നഷ്ടമെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു, 4 കോടിയെന്ന് SIT പറയുന്നു. അതിലും എത്രയോ കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കാം. ആ നഷ്ടമൊക്കെ ആരുടെയൊക്കെയോ പോക്കറ്റുകളിൽ പോയിരിക്കാം. കാരണം കട്ടിൽ വാങ്ങിയത് ലക്ഷങ്ങൾ കൊടുത്താണ്. ആ കട്ടിലുകളിൽ പാതിയും കാണാനില്ല എന്നോർക്കണം. ഭക്ഷണം അനാവശ്യമായി
ചെലവഴിച്ചത് ഓർമ്മയുണ്ട്. ആരും വരാത്ത ദിവസം പോലും അത്താഴം ഒരുപാട് പേർക്ക് കൊടുത്തുവെന്ന് കണക്കുണ്ട്. നന്ദഗോവിന്ദം ഭജൻസ് അറിഞ്ഞിട്ട് പോലുമില്ല, പക്ഷേ അവരുടെ പേരിൽ 8 ലക്ഷം രൂപയുടെ ആ പരിപാടി നടന്നുവെന്ന പേരിൽ പണം അടിച്ചു മാറ്റിയാണ്. ഒരുപക്ഷെ നന്ദഗോവിന്ദം ഭജൻസ് വരുന്നു എന്നെങ്കിലും പരസ്യം കൊടുത്തിരുന്നുവെങ്കിൽ എത്രയോ ഭക്തർ അത് കാണാനെങ്കിലും ആ ഭജന കേൾക്കാനെങ്കിലും അവിടെ എത്തുമായിരുന്നു. അതുപോലും ഉണ്ടായില്ല. അങ്ങനെ അട്ടിമുടി അടിച്ചുമാറ്റൽ നടത്തുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും. എന്തിനിങ്ങനെ കള്ളം പറയുന്നു സർക്കാരെ? ദേവസ്വം ബോർഡല്ല, ദേവസ്വം ഫ്രോഡാണ്.